പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് അടിപൊളി ഒരു പോസ്റ്റർ മേക്കർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇതിൽ കാരണം വെച്ചാൽ ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഓപ്ഷൻസുകൾ ഇതിൽ അവൈലബിൾ ആണ്. യൂട്യൂബേഴ്സിന് ഉപകാരപ്പെടും, അതേപോലെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന അവർക്കൊക്കെ തംബ്നെയിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരുപാട് ഓൾറെഡി പോസ്റ്റുകൾ ഉണ്ടാകും, വേണമെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എഡിറ്റ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ നോക്കാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, പോസ്റ്റ് മേക്കർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. പോസ്റ്റ് മേക്കർ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി, വേറൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു ആപ്ലിക്കേഷൻ. ഇതാണ് നമ്മൾ ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയി വരുന്നുണ്ടാകുക. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട്. ഇത് പെയ്ഡാണ്, നമുക്ക് ഫ്രീ ആയിട്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിതിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ആയിട്ടുള്ള ഒരുപാട് പോസ്റ്ററുകളുണ്ട്. നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് ടൈപ്പിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഒരുപാട് മോഡലുകൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഉദാഹരണത്തിന് വേറെ ഒരു പ്രോഗ്രാം, അതായത് കടൻ്റെ ഉദ്ഘാടനം, അങ്ങനെയൊക്കെ ഓരോന്നുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്രോഗ്രാമിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ പറ്റിയിട്ട് നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ പോസ്റ്റർ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കാം. ഇതൊക്കെ പെയ്ഡാണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സംഭവങ്ങൾ ഇതിലുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഗോൾഡ് ക്യാപ്പ് ഉണ്ടല്ലോ, ആ ഗോൾഡ് ക്യാപ്പുള്ളതൊക്കെ പെയ്ഡാണ്. ഇതെല്ലാം കൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് ഒരുപാട് ഓപ്ഷൻസൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ളതാണ്, ആണല്ലേ? ഇതൊക്കെ ഫ്രീ ആയിട്ട് വരുന്നതാണ്. അതുപോലെ നമുക്ക് പുതിയത് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പുതിയതായിട്ട് ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ ഇവിടെ സൈസ് ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റോറി ചെയ്യാൻ പറ്റും. അതേപോലെ സ്നാപ്ചാറ്റ്, ഫേസ്ബുക്കിലേക്ക് തംബ്നെയില്, കവറായിട്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പെയ്ഡാണ്, എന്നാലും നമുക്ക് ഫ്രീ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉദാഹരണം ഒരു തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്യുക. യൂട്യൂബ് തംബ്നെയിൽ ആണെന്നെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ തംബ്നെയിലിൻ്റെ ഒരു ബോർഡർ ഇവിടെ വരും, അല്ലേ? ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസുകളോ അങ്ങനെ എന്തെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വെച്ചിട്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്കൊരു ഒറിജിനൽ ഒരു പോസ്റ്ററാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വെക്കുക, ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗത്ത് കൊണ്ടുവയ്ക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അതിനെ ഇവിടെ കൊണ്ടുവച്ചിട്ട് നല്ല ലെവലിൽ തംബ്നെയിൽസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല മോഡലുകളൊക്കെ ആക്കുമ്പോൾ പറ്റും, സൈസ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലേ? നിങ്ങൾക്ക് ഇതിൻ്റെ തീംസ് മാറ്റണമെങ്കിൽ തീംസ് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളറിലേക്ക് ചേഞ്ച് ചെയ്യാമല്ലേ? ഇതുപോലത്തെ ഓരോ കളറിലേക്ക് ഇങ്ങനെ മാറ്റിയൊക്കെ നല്ല അടിപൊളി തംബ്നെയിൽസുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്യാം. വേറെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ അതുപോലെ ഫേസ്ബുക്ക് കവറേജുകൾ ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ ഒരുപാട് പോസ്റ്ററുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മന്ത്ലി പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഫ്രീ ആയിട്ടുണ്ടാണ്, ഫ്രീ ആയിട്ടുകളുണ്ട്. ഇവിടെ ഫ്രീ ആയിട്ടുള്ള കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു പരസ്യം ആഡ്സെൻസ് ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് നിർത്താൽ മതി. അപ്പോൾ പഴയ പോലത്തെ കുറച്ച് കണ്ടേ ഗ്രാൻഡ് ഓപ്പൺ എന്ന് പറഞ്ഞത് ഓൾറെഡി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇതിൽ പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് താഴ്ഭാഗത്ത് കൊടുത്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലും ജസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എഡിറ്റ് കൊടുത്താൽ നിങ്ങൾക്കിവിടെ എൻ്റെ ഗ്രാൻഡ് എന്നുള്ളത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. മലയാളത്തിൽ ഉണ്ടോ അങ്ങനെയൊക്കെ അതങ്ങനെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് പുതിയ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഫ്രീ ആണ്. ഫ്രീ ഉള്ളതുകൊണ്ട് അതേപോലെ നിങ്ങൾക്ക് ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള റേറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു വീക്കിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്റേഴ്സെല്ലാം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീക്കിലി കൊടുത്താൽ മതി. വീക്കിലി കൊടുത്ത് നിങ്ങൾക്ക് ചെറിയ പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ ഇവിടെ അതിൻ്റെ ഇടയിലൊക്കെ ഫ്രീ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഫ്രീ ഉള്ളതാണ്. ഇതൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പലതും. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇതൊക്കെ ഫ്രീ ആണ്, ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ ബൈ.